ക്യാപ്സിക്കവും ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇത് രണ്ടും ചേർത്തുള്ള കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കറിക്ക് എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ്. ഇനിയും ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനെടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/8 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി. ഇത്രയും മസാലപ്പൊടി ചിക്കനിൽ പുരട്ടി മാറ്റി വെക്കണം. ഇനിയും ചിക്കൻ കറിക്കുള്ള മസാല എടുക്കുകയാണ്. അതിനെടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഹോം മെയ്ഡ് കാശ്മീരി ചില്ലി പൗഡർ ആണ്. 1 ടീസ്പൂൺ ആണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതും വീട്ടിൽ പൊടിച്ചതുകൊണ്ട് സ്ട്രോങ് ഫ്ലേവർ ആണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുകയാണെന്ന് ഒരിക്കൽ 3 ടീസ്പൂൺ ചേർക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ മസാല മിക്സ് ചെയ്യുമ്പോൾ സ്വല്പം വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കിന് ഈ പൊടികൾ കുതിർന്ന് വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്യും. ഇതിൽ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. മസാല കുതിർത്ത് കഴിഞ്ഞിട്ട് അത് മൂടി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മുഴുവനെ പോകും. ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി ആദ്യം ഞാൻ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ആദ്യം എണ്ണയിലേക്ക് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എണ്ണയിലേക്ക് പെട്ടെന്ന് ഇറങ്ങും. അത് കരിയരുത്. ഇനിയും ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെയും ഫ്ലേവർ ഈ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കറിക്ക് ഇങ്ങനെ ഞാൻ ചേർക്കുന്നത്. ഇനിയും ചേർക്കുന്നത് വെളുത്ത സവോളയാണ്. ഇത് 2 മീഡിയം സൈസിലുള്ള സവോളയാണ്. 1 തായി പച്ചമുളക് ഇതിന് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സവോളയ്ക്ക് ഒരു സ്വല്പം നിറം വരുന്നതിനാണ്. 1/4 ടീസ്പൂൺ ഉപ്പും. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഏതെല്ലാം സാധനങ്ങൾ ചേർത്താലും കറിവേപ്പില ചേർക്കുന്നതിനൊക്കെയുള്ള ഫ്ലേവർ വരണമെന്ന് വരികിൽ കറിവേപ്പിലയും സ്വല്പം ചേർക്കണം ഉണ്ടെങ്കിൽ. 1-2 മിനിറ്റ് സവോള വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. സ്വല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വരിൽ അങ്ങനെ ഒഴിച്ച് വഴറ്റിയെടുക്കാം. മസാലപ്പൊടി ചേർത്തതിന് ശേഷം 4 മിനിറ്റ് വഴറ്റി ടൊമാറ്റോയും കൂടെ ചേർക്കുന്നത് കൊണ്ട് ഇനിയും വഴറ്റണം. അതുകൊണ്ട് ഞാനിപ്പോൾ ടൊമാറ്റോ അങ്ങ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ടൊമാറ്റോയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഈ അരപ്പ് നന്നായിട്ട് മൂക്കേണ്ടത്. നന്നായിട്ട് മൂത്താൽ അതിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇറച്ചിയൊക്കെ അങ്ങ് ചേർക്കുകയാണെന്ന് വരികിൽ അതിൻ്റെ പച്ചച്ചൊവ്വ കാണും. 10 മിനിറ്റോളം ഞാൻ ഈ അരപ്പ് വഴറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർക്കുകയാണ്. മൂപ്പിച്ച അരപ്പ് ഈ ഇറച്ചിയിൽ പിടിക്കത്തക്ക വിധം ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ഇത് 2 കളറിലുള്ള ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കളറിലുള്ളത് വേണമെന്ന് വരികിലും ചേർക്കാം. ഇപ്പോൾ 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ചേർക്കുന്നത് ക്യാപ്സിക്കം അധികം അങ്ങ് വെന്ത് പോവുകയുമില്ല. ആ ക്യാപ്സിക്കത്തിൻ്റെ ആ ക്രഞ്ചിനെസ് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഗുണവും കാണും. ക്യാപ്സിക്കം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ക്യാപ്സിക്കം വേവിക്കുന്നത് ഓരോരുത്തരുടെയും ഏത് പരുവത്തിലുള്ള ക്രഞ്ചിനെസ് വേണമെന്നനുസരിച്ച് വേവിക്കുക. കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണമെന്ന് വരികയിൽ കുറച്ചുകൂടെ സമയം വെച്ച് വേവിക്കുക. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രഞ്ചിനെസ്സും ഉണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. സെർവ് ചെയ്യുന്നതിന് മുൻപേ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് ഉപയോഗിക്കുക. ഈ ചിക്കൻ കറി ചപ്പാത്തി, പൊറോട്ട അല്ലെങ്കിൽ സിലാൻഡ്രോ, ലൈം റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്.